എൻ്റെ കയ്യിലുള്ളത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ ആത്മകഥ എൻ്റെ കാലം എൻ്റെ ലോകം. അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവനും ഇതിൽ തുറന്നു പറയുന്നുണ്ട്. ഒരു നോവൽ പോലെ വായിച്ചു പോകാവുന്ന നല്ല ആത്മകഥ. ഒരു ചുവന്ന പശുവിൻ്റെ കയറും പിടിച്ച് എറണാകുളത്തെ മാർക്കറ്റിൽ അമ്മച്ചിയോടൊപ്പം വള്ളമിറങ്ങുമ്പോൾ സെബാസ്റ്റ്യൻ പോളിന് 3 വയസ്സ് മാത്രമാണ് പ്രായം. മാവേലിക്കരയിൽ നിന്ന് 2 പകലും ഒരു യാത്രയും നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം എറണാകുളത്തിറങ്ങുമ്പോൾ ത്രിവർണ്ണ പതാകകൾ അവിടെ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയായിരുന്നു. ആദ്യത്തെ റിപ്പബ്ലിക് ദിനം എറണാകുളത്ത് ആഘോഷിക്കുന്ന സമയത്താണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷം അദ്ദേഹം എറണാകുളത്തിൻ്റെ MP ആയി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. 1 തവണ MLA-യുമായി. ഇന്ത്യൻ എക്സ്പ്രസ്, കേരള ടൈംസ്, ദേശാഭിമാനി പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അഭിഭാഷകനായി, മാധ്യമ വിമർശകനായി, ഭരണഘടനാ വിദഗ്ധനായി. 1996 ആദ്യമായി MP ആയപ്പോൾ സ്വതന്ത്ര MPമാർ ലെവി അടക്കേണ്ട പാർട്ടിക്കെങ്കിൽ പോലും ശമ്പളമായി കിട്ടുക 41,000 രൂപ, അതിൽ 35,000 രൂപയും പാർട്ടിക്കു നൽകി ദരിദ്രാവസ്ഥയിൽ ജീവിച്ച സെബാസ്റ്റ്യൻ പോളിനെ നമ്മൾ ഇതിൽ അറിയുന്നു. അദ്ദേഹം തനിക്ക് അനുവദിച്ച ബംഗ്ലാവിൻ്റെ പകുതി കൈരളി ചാനലിന് നൽകി. സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടി പല പ്രാവശ്യം അദ്ദേഹത്തെ വേട്ടയാടി. ക്ഷണിക്കപ്പെട്ട ഒരു പരിപാടിയിൽ നിന്നും കാസർഗോഡ് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത് അതൊരു ലോബിയാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിണറായി വിജയന് ചുറ്റും ഒരു ഉപജാപക വൃന്ദം രൂപപ്പെടുന്നതായി, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതായും ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. ദേശാഭിമാനി വാരികയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക്തി നിർത്തലാക്കാൻ പത്രാധിപർ ഒരു കാരണവുമില്ലാതെ ഇടപെട്ടതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. AK ബാലനെ പോലെയുള്ള ആൾക്കാർ, പ്രഭാവർമ്മയെ പോലെയുള്ള പാർട്ടി സഖാക്കളൊക്കെ അദ്ദേഹത്തിനെതിരായി പ്രവർത്തിച്ച സംഭവങ്ങളും ആത്മകഥയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ റിയൽ എസ്റ്റേറ്റ് ലോബി പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹം ഒരു മെമ്മോയ്ക്കുള്ള മറുപടിയായി പാർട്ടിക്കാർക്ക് എഴുതി കൊടുത്തു. അങ്ങനെ പാർട്ടിക്കകത്തെ ആഭ്യന്തര രഹസ്യങ്ങളൊക്കെ അദ്ദേഹം തുറന്ന് ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വന്ന അപജയത്തിന് നേർ സാക്ഷ്യം വഹിച്ച ഒരാൾ, ഒരു സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും പാർട്ടിയായിട്ട് ബന്ധമുള്ള, പാർട്ടി അംഗത്വം എടുക്കാത്ത, സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞയാൾ, ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പോലും അദ്ദേഹത്തെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയതിൻ്റെ പേരിൽ പുറത്താക്കുകയും അമ്മ മരിച്ച സമയത്ത് അതുപോലും അസോസിയേഷൻ്റെ വാർത്താ ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാതെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയ കാര്യവും ഈ ആത്മകഥയിൽ വേദനയോടെ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവരും വായിക്കണം.